ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഇതിപ്പോ പണ്ടെങ്ങോ പറഞ്ഞ പോലെ ഇന്ന് നിന്റെ ലിസ്റ്റ് നാളെ എന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. എന്താ അവസ്ഥ? നമുക്കറിയാം, CPO ലിസ്റ്റുകാർ കുറച്ചധികം ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരു മാസത്തോളമായി സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ആ റോഡിൽ നിരാഹാരം കിടക്കുന്നത്. ആ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാണണം. ആ കാഴ്ച വളരെ ദയനീയമാണ്. കാരണം അവരുടെ അവസ്ഥ അത്രയും ദയനീയമായ അവസ്ഥ തന്നെയാണെന്ന് പറയാം. കാരണം മുൻകാലങ്ങളിൽ 80 മുതൽ 100% വരെ എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും. 100% വരെ നിയമനം നടന്നിരുന്ന CPO ലിസ്റ്റിന്റെ അവസ്ഥയാണ് നിലവിൽ 21% മാത്രമാണ് നിയമനം നടന്നിരിക്കുന്നത്. വെറും 21% മാത്രം. ആ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. അങ്ങനെ ആ ഒരു അവസ്ഥ മാറിക്കിട്ടാൻ വേണ്ടി ഒരു മാസത്തിലധികമായി CPO ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന്റെ നടക്കു മുന്നേ, അതായത് രാജാക്കന്മാരുടെ തിരുമുമ്പിൽ സമരം ചെയ്യുകയാണ്. പല രീതിയിൽ പല എന്താണ് പ്രശ്നങ്ങൾ, റോഡ് ബ്ലോക്ക് ചെയ്തടക്കം അവർ സമരം നടത്തി. ഒരു കാര്യമില്ല, ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന എന്ത് ചെയ്യും മല്ലയ്യ എന്ന് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് ചോദിക്കുന്ന പോലെയാണ് അവസ്ഥ. എന്ത് ചെയ്യാൻ? ഒരവസ്ഥ, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാൻ? ഇതേ അവസ്ഥ തന്നെ, ഇതാ ഈ സെയിം അവസ്ഥ നമ്മുടെ LDC LGS ലിസ്റ്റുകൾക്കും വരാൻ വേണ്ടി പോവുകയാണ്. അതായത് എന്തിനാണോ CPO ലിസ്റ്റുകാർ സമരം നടത്തുന്നത്, അതിന്റെ ഏകദേശം സെയിം അവസ്ഥ ആർക്കാണ്? LDC LGS ലിസ്റ്റുകൾക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അത് വ്യക്തമായി ഇന്നത്തെ കേരള കൗമുദി പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. LD ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റിൽ നിയമനം 30% താഴെ. മറ്റവരുടേത് 21% ആണെങ്കിൽ ഇവിടെ LDC LGSലേക്ക് എത്തുമ്പോൾ അത് 30% താഴെയാണ്. ഇങ്ങനെയാണ് സ്വന്തം ലേഖകരാണ് എഴുതിയിരിക്കുന്നത്. തിരുവനന്തപുരം 1.5 വർഷത്തിൽ താഴെ മാത്രം കാലാവധി ശേഷിക്കുന്ന LD ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റുകളിൽ ഇതുവരെ നിയമനം 30% താഴെ. LD ക്ലർക്ക് 26.77%, ലാസ്റ്റ് ഗ്രേഡ് 77.73%. LD ക്ലർക്ക് ലിസ്റ്റിന് 17 മാസവും ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റിന് 16 മാസവുമാണ് ബാക്കിയുള്ളത്. ഒഴിവുകൾ പൂർണ്ണമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തതാണ് നിയമനത്തിന് തടസ്സമെന്നാണ് റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത്. 2019 വിജ്ഞാപനത്തിന്റെ റാങ്ക് ലിസ്റ്റുകളാണിവ. കോവിഡ് കാരണം 3 വർഷം കഴിഞ്ഞാണ് ലിസ്റ്റുകൾ വന്നത്. ലാസ്റ്റ് ഗ്രേഡ് 2022 ജൂലൈ 18 16,227 പേരുടെ ലിസ്റ്റ് വന്നു. 4,501 പേർക്ക് ശുപാർശ അയച്ചു. 11,726 പേർ നിയമനം കാത്തിരിക്കുന്നു. ഏറ്റവും കൂടുതൽ നിയമനം തിരുവനന്തപുരത്താണ്, 565. തിരുവനന്തപുരത്ത് മാത്രമാണ് 500 കടന്നത് എന്നുകൂടി നിങ്ങളിവിടെ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കുക. തിരുവനന്തപുരത്ത് മാത്രമാണ് 500 കടന്നത്. വയനാട്ടിൽ നിയമന ശുപാർശകൾ ഒന്നും അയച്ചിട്ടില്ല. വയനാട്ടിൽ ഒരു നിയമന ശുപാർശ അയച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇടുക്കി, കോട്ടയം, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ജനുവരിയിലാണ് അവസാനം ശുപാർശ അയച്ചത്. ശുപാർശകളിൽ 550ഓളം NJD ആണ്. റാങ്ക് ലിസ്റ്റ് 2025 ജൂലൈ 17 റദ്ദാവും. കഴിഞ്ഞ ലിസ്റ്റിൽ 8,255 പേർക്ക് നിയമനം നൽകിയിരുന്നു. അതായത് 8,255 പേർക്കാണ് കഴിഞ്ഞ LGSന്റെ ലിസ്റ്റിൽ നിയമനം നൽകിയിരുന്നത്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് 500 കടന്നത്. വയനാട്ടിൽ എന്താണ് നിയമന ശുപാർശ പോലും അയച്ചിട്ടില്ല. അതുപോലെ പല ജില്ലകളിലും ജനുവരിയിൽ അവസാന നിയമന ശുപാർശ അയച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ശുപാർശകളിൽ 550ഓളം NJD ആണെന്ന് കൂടി പറയുന്നുണ്ട്. അതായത് 2027 ജൂലൈ 17 വരെയാണ് 2025 ജൂലൈ 17 വരെയാണ് LGSന്റെ ലിസ്റ്റിന് കാലാവധി ഉള്ളത്. നിങ്ങളോട് മനസ്സിലാക്കുക. അടുത്തത് LD ക്ലർക്കാണ്. 2022 ഓഗസ്റ്റ് 1 വന്ന ലിസ്റ്റിൽ 23,518 പേരുണ്ടായിരുന്നു. 6,296 നിയമന ശുപാർശകൾ അയച്ചു. 17,000-ലേറെ പേർ നിയമനം കാത്തിരിക്കുന്നു. ഏറ്റവും കൂടുതൽ നിയമനം തിരുവനന്തപുരത്ത്, അവിടെയും തിരുവനന്തപുരത്ത് തന്നെ 233 നിയമനം നടന്നു. ഏറ്റവും കുറവ് കാസർഗോഡ് 199. കണ്ണൂർ, മലപ്പുറം, തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ 500 കടന്നു. കോട്ടയം, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ശുപാർശകൾ അയച്ചിട്ടില്ല. ലിസ്റ്റ് 2025 ജൂലൈ 31 അവസാനിക്കും. 2025 ജൂലൈ 31 അവസാനിക്കും, റദ്ദാകും. കഴിഞ്ഞ ലിസ്റ്റിൽ 12,069 പേർക്ക് നിയമനം ലഭിച്ചിരുന്നു. അപ്പൊ മനസ്സിലാക്കുക, കഴിഞ്ഞ ലിസ്റ്റിൽ 12,069 പേർക്കാണ് നിയമനം ലഭിച്ചിരുന്നത്. ഇപ്പൊ 6,296 പേർക്കാണ് നിലവിൽ നിയമനം നൽകിയിരിക്കുന്നത്.
ഓക്കെ, ശുപാർശകൾ വൈകുന്നത് NJD ഒഴിവുകളിലെ നിയമനങ്ങളെയും ബാധിക്കും എന്നുകൂടിയാണ് പറയുന്നത്. അതായത് നിയമനങ്ങൾ അങ്ങോട്ട് കുറയുന്നു മാത്രമല്ല ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ഉദ്യോഗാർത്ഥികളടക്കം അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് അടക്കം പറയുന്നത് ഒഴിവുകൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. നമുക്കറിയാം സർക്കാരിന് നല്ല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്, സത്യമാണ്. നമുക്ക് ആർക്കും അതിനെ എതിര് പറയാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഇത് ഉദ്യോഗാർത്ഥികളുടെ കാര്യം വരുമ്പോൾ മാത്രമാണോ ഉള്ളത് എന്നിടത്താണ് ഇതിലെ പ്രതിഷേധം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല? അത് ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് നിരവധി പേര് ഇതിന്റെ പിന്നാലെ നടക്കുമ്പോഴും ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാതെ ഇതിൽ മാത്രമല്ല എല്ലാത്തിലും ഉണ്ട്. LP UP തസ്തികകൾ അടക്കം കൃത്യമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. SIയുടെ അടക്കം അല്ലെങ്കിൽ CPIയുടെ അടക്കം ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. എന്താണ് കാരണം? സാമ്പത്തിക ബാധ്യത എന്നാണ് കൃത്യമായി ഉത്തരം പറയുന്നത്. പക്ഷെ എന്തിനാ അത് ഉദ്യോഗാർത്ഥികളുടെ മേലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം നിങ്ങൾ നോക്കുക, 8255 പേർക്കാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിയമനം ലഭിച്ചിരുന്നത്. നിലവിൽ അത് 4501 പേർക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഒരു മാർച്ച് മെയ് മാസത്തെ ഒക്കെ റിട്ടയർമെന്റ് വരുമ്പോൾ എത്ര ഉണ്ടാവുമെന്നോ അറിയില്ല. എങ്കിലും ഈ 8255 എത്തുമോ എന്ന് പോലും കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെയാണ് LDCയുടെ അവസ്ഥയും. ഇത് ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴും എന്താണ് ലിസ്റ്റിലെ ജോലി ലഭിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയാണ്. കാരണം ഒഴിവുകൾ കുറച്ചു കൊണ്ടുവരികയാണ് എന്നാണ് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനെതിരെ കൃത്യമായ ഒരു നടപടി ഉണ്ടാവണം. നമുക്ക് ഈ കൃത്യമായ റാങ്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗാർത്ഥികളടക്കം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി നിയമനങ്ങൾ കൃത്യമായി നടക്കൂ. അല്ലെങ്കിൽ നമ്മുടെ CPO ലിസ്റ്റിന്റെ അവസ്ഥ മറ്റ് ലിസ്റ്റുകൾക്കും വരും, അത് തീർച്ചയാണ്. പിന്നീട് നിങ്ങൾ ഇവിടെ വന്ന് കടന്നിട്ടോ സമരം ചെയ്തിട്ടോ വല്ല കാര്യമുണ്ടോ? കാര്യമൊന്നുമില്ല. ഇപ്പൊ നന്നായി പ്രവർത്തിക്കുക. റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആളുകൾ കൃത്യമായി ഇറങ്ങി പ്രവർത്തിക്കുക. എല്ലാവരും, അത് എന്നെ ബാധിക്കുന്നതല്ല, എന്നെ ബാധിക്കുന്ന വെച്ചാൽ ആരും മാറി നിൽക്കരുത്. അല്ലെ ഞാൻ വേറെ ജില്ലയിലാണ്, അല്ല, നിങ്ങൾക്ക് പോകാവുന്ന സമയങ്ങളിൽ പോവുക, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ കൃത്യമായി വർക്ക് ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് കൃത്യമായ ഒഴിവുകൾ ഉണ്ടാവൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് നമ്മളെ ഇത് മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഒരു ജോലി നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പം ഈ ഒരു അവസ്ഥ നിങ്ങൾ കൃത്യമായി മുൻകൂട്ടി കാണണം. ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾക്കൊക്കെ ഈ അടുത്ത് 12,000 പോലും ഒഴിവുകൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നമ്മളത് മുൻകൂട്ടി ആ യാഥാർത്ഥ്യം കാണുക. നമ്മൾ നല്ല രീതിയിൽ റാങ്ക് ഒരു 500-നുള്ളിലൊക്കെ റാങ്ക് വന്നാൽ മാത്രമേ ഇനി ഓരോ ജില്ലയിലും നമ്മൾ ജോലി സ്വപ്നം കാണണ്ടു എന്ന് കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. 500-ന് മുകളിൽ 500-ൽ താഴെ, അതായത് നിങ്ങളൊരു 500-ന് അകത്ത്, അതായത് ഒരു 300 to 500-നുള്ളിലൊക്കെ വന്നാൽ മാത്രം ജോലി നിങ്ങൾ ഇനി സ്വപ്നം കാണേണ്ടു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ കൃത്യമായി മുന്നോട്ട് പോവുക. ഇതിലൊക്കെ നിങ്ങൾ ഇടപെടുക. റാങ്ക് ഹോൾഡേഴ്സുമായി നല്ല രീതിയിൽ സഹകരിച്ച് പോവുക എന്നാണ് പറയാനുള്ളത്. കൃത്യമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ നിങ്ങൾ ഇടപെടുക. RTA ഒക്കെ കൊടുത്ത് കൃത്യമായി നമുക്ക് എത്ര വേക്കൻസി ഉണ്ട് എന്നൊക്കെ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സാധിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഇനി നല്ല രീതിയിൽ നിയമനം നടക്കൂ. 1.5 വർഷം 30%. ഇനി ഒരു 1.5 വർഷം കൂടി എന്ന് പറയുമ്പോൾ 60%. ആ 60% മാത്രം നിയമനം മതിയാവില്ല എല്ലാവർക്കും ജോലി കിട്ടാൻ. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ വർക്ക് ചെയ്യുക. നമുക്കറിയാം 23,518 പേരാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അവർക്ക് അതിലൊരു പകുതി പേർക്കെങ്കിലും നമുക്ക് ജോലി കിട്ടണം. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇതിൽ വർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇതാണ് പറയാനുള്ളത്. ഈ CPOയുടെ അവസ്ഥ മറ്റ് ലിസ്റ്റുകൾക്ക് വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.